ബ്രഹ്മയുഗത്തിൻ്റെ ടീസർ വന്നിട്ട് 2-3 ദിവസമായി. ഞാൻ മറന്നതല്ല, വൈകിയതാണ്. സോ ആ ടീസർ എനിക്ക് ഭയങ്കരധികം ഇഷ്ടമായി. എനിക്കെന്നല്ല, നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹൊറർ എന്നൊരു ജോണറിൽ നീങ്ങുന്നൊരു സിനിമയാണ്. പോരാത്തതിന് ഭൂതകാലം പോലെ ഒരു സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറുടെ കയ്യിൽ നിന്ന് വരുന്ന സിനിമ, മമ്മൂക്ക, ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉള്ളത്. ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ ആൻറ്റിസിപ്പേഷൻ അങ്ങേയറ്റത്ത് എത്തിക്കുന്നൊരു സാധനമായിരുന്നു. ഈ വർഷത്തെ വൺ ഓഫ് ദി മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മലയാളം മൂവീസിൽ ഞാൻ ഉൾപ്പെടുത്തിയ ഒരു സിനിമ കൂടിയായിരുന്നു ബ്രഹ്മയുഗം. ജസ്റ്റ് ആ ഒരു പോസ്റ്റർ വെച്ച്. സോ ടീസർ ശരിക്കും ഞെട്ടിച്ചു. ആൻഡ് ഇത് കണ്ടപ്പോൾ എനിക്കൊരു പക്ക ഹോം ഇൻവേഷൻ സെറ്റപ്പാണെന്ന് തോന്നി. അതിൻ്റെ ഒപ്പം തന്നെ ഈ രീതിയിലുള്ള ഒരു ഫോക്ലോർ സെറ്റപ്പും ദെൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുക്കുന്ന സിനിമ, ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയുടെ ആ ഒരു ആൻറ്റിസിപ്പേഷൻ കൂട്ടുന്നത്. അതിലൊന്ന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ടോണിൽ നമ്മൾ അധികം സിനിമകൾ കണ്ടിട്ടില്ല. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയും. കുറേ സിനിമകളുണ്ട് പുറത്ത്. ഈവൺ ഇപ്പോൾ മാർവലിൻ്റെ വെയർവുൾഫ് ബൈ നൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊരു പക്ക ഹൊററൈറ്റാണ്. മാർവലിൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് വയലൻ്റ് സീരീസ് എന്ന് പറയും. ഒരു ഫുൾ ലെങ്ത് മൂവിയല്ല, ഒരു സീരീസും അല്ല, രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ ഒരു കുറച്ച് എക്സ്റ്റൻഡ് ആയുള്ള വെർഷൻ പോലത്തെ ഒരു സാധനമാണ് അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു പണ്ട്. അതിൻ്റെ ഇപ്പോൾ കളേർഡ് വെർഷനും ഓൾറെഡി അവൈലബിൾ ആണ്. പക്ഷേ ആ സാധനം കിടിലനായിരുന്നു. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഹൊററിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വ്യക്തമായിട്ട് കാണിച്ചത്. ഇതിനു മുമ്പ് പണ്ടത്തെ ഇപ്പോൾ പഴയ ഡ്രാക്കുള മുതലുള്ള ഫ്രാങ്കൻസ്റ്റനോ അല്ലെങ്കിൽ വൂൾവറിനോ പോലെയുള്ള കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു മോഡേൺ പീരീഡിൽ ഞാൻ ഭയങ്കരധികം ഞെട്ടിയൊരു സാധനമായിരുന്നു ആ ഒരു വെയർവുൾഫ് ബൈ നൈറ്റ്. സോ അതേപോലെ ഹൊറർ എന്നൊരു കോൺസെപ്റ്റിനെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിൽ ഇവർ അപ്രോച്ച് ചെയ്യുന്നതും ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. തിയേറ്ററിൽ നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും കിട്ടാത്തൊരു സാധനമാണ്. അത് ഗംഭീരമാവട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇതൊക്കെ ഇതിൽ കാണിച്ചിട്ട് ഈ സിനിമ വരുമ്പോൾ കളറാവരുത്. കൂടാതെ ഈ ടീച്ചർ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊരു പക്ക ഹോം ഇൻവേഷൻ സെറ്റപ്പാണ്. സോ ഈ രീതിയിലുള്ള ഒരു മനയിലേക്ക് 2-3 ക്യാരക്ടേഴ്സ് കയറി വരുന്നു. അതും കാലത്തിൻ്റെ കുറേ കാര്യങ്ങളാണ്. സോ ടൈമുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫിക്ഷണൽ ഫാൻറ്റസി ഹൊറർ എലിമെൻറ്റ്സ് ഒക്കെ ഒരുപാട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറേ ലെയേഴ്സുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു പ്രതീക്ഷയുണ്ട്. കൂടാതെ ഹൊററിൽ തന്നെയുള്ള ആ ഒരു ഫോക്ലോർ എന്ന ഒരു സബ് ജോണറും കൂടി ഈ സിനിമ എടുക്കുന്നുണ്ട് എന്നെനിക്കൊരു തോട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. സോ ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു സാധനം നമുക്ക് അധികം കിട്ടാറില്ല. അതൊരു അൺയൂഷ്വൽ മിക്സാണ്. പക്ഷെ അത് നമ്മുടെ ഈ ഒരു ടെറൈനിൽ ഗംഭീരമായിട്ട് വർക്കാവും. ഇതിന് മുമ്പ് പല ഫോക്ലോർ സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ അനന്തഭദ്രം അല്ലെങ്കിൽ ഈ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ കുമാരി പോലെയുള്ള, ഞാൻ പണ്ട് മുതലേ പറയാറുണ്ട് ഇത്ര ഗംഭീരമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. സോ അത്തരത്തിലുള്ള ഒരു കിടിലൻ ഫോക്ലോർ ഹൊറർ ഫാൻറ്റസി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാട്ടായിരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. സോ ടീസർ എൻ്റെ ആൻറ്റിസിപ്പേഷനെ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.